അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ കുറച്ച് മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് ആക്സലറി ഈ കഷത്തിലേക്ക് വ്യാപിച്ച് ലിംഫ് നോഡ് വഴി, അതുപോലെ ചെസ്റ്റ് ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് രേണു സുധി തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതേ, തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള വല്ലാത്തൊരു സത്യം ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രേണു തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. പലരും ഈ വാർത്ത കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഈ വെളിപ്പെടുത്തലുകൾ രേണു സുധിയുടെ അതിനെക്കുറിച്ചിട്ടും അതിന് പിന്നിലെ ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചിട്ടുമാണ്. വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുൻപ് പല വിഷയങ്ങളിലും ചിലപ്പോഴൊക്കെ നമ്മൾ രേണുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അത് അവർ ചെയ്ത ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും പറയുക എന്നതാണ് നമ്മളുടെ ഒരു രീതി. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരാളുടെ തകർച്ചയോ രോഗമോ കൊണ്ട് സന്തോഷിക്കുന്നില്ല. എങ്കിലും എത്രയും പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് ഇവർക്ക് മുക്തമായിട്ട് അവർ ശക്തമായിട്ട് തന്നെ തിരിച്ച് വരട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു കോള് വരാണ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങോട്ട് വീട്ടിലേക്ക് വരണം എന്ന്. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി. ചേച്ചിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് കേൾക്കാനായിട്ട്? എന്ത് പറ്റി ചേച്ചി? അതെ, എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്, ഞാനത് ലാസ്റ്റ് ഇന്റർവ്യൂവിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. രേണുവിൻ്റെ ഇന്റർവ്യൂ കേട്ടപ്പോൾ സത്യത്തിൽ വല്ലാത്തൊരു വിഷമവും അതോടൊപ്പം അല്പം ദേഷ്യവുമാണ് തോന്നിയത്. കാരണം തനിക്ക് 15 വയസ്സുള്ളപ്പോൾ തന്നെ ബ്രസ്റ്റിൽ ഒരു മുഴയുള്ള കാര്യം രേണു ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് പഠിക്കുന്ന കാലത്ത് വീട്ടുകാർ അറിഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ബയോപ്സി ചെയ്തതുമാണ്. അപ്പോൾ ഡോക്ടർ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഭാവിയിൽ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്നുള്ള കാര്യം. എന്നാൽ മുൻപ് നടന്ന ഒരു അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ്റെ പേടി കൊണ്ട് രേണു ആ കാര്യം വീട്ടിൽ നിന്നും ഒളിച്ചു വെച്ചു. എൻ്റെ കുറച്ച് പ്രേക്ഷകരുണ്ട്, അവരോട് എനിക്കത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും നിങ്ങൾ വന്നത്. ചേച്ചിയുടെ അങ്ങനെ ഒരു കോള് വന്നപ്പോൾ തന്നെ മനസ്സിലുള്ളതൊക്കെ ഒരുപാട് ഗോസിപ്പുകളായിരുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പം അതൊന്നും സത്യമാകരുന്നേ എന്നൊരു പ്രാർത്ഥനയിലായിരുന്നു ഈ നിമിഷം വരെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ അന്ന് നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും, മറ്റുള്ളവർ പറഞ്ഞല്ല അത് അറിയേണ്ടത്, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് വന്ന് പറയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സമയമായി പറയാൻ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം, എല്ലാവരും പറയുന്ന കാര്യം, ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, അത് റിയൽ ആണോ? ചേച്ചിയുടെ വാഗുകൊണ്ട് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ ആ സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. പക്ഷെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാൻ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, എത്ര വലിയ മണ്ടത്തരമാണ് ഈ രേണു കാണിച്ചതെന്ന്. അന്ന് കൃത്യമായിട്ടുള്ളൊരു ചികിത്സ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ 3ാം സ്റ്റേജിലേക്ക്, സ്റ്റേജ് 3ലേക്ക് രോഗം വ്യാപിക്കില്ലായിരുന്നു. സ്വന്തം ഭർത്താവായിട്ടുള്ള സുധി ജീവിച്ചിരുന്നപ്പോൾ പോലും ഈ കാര്യം അവരോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും കഷ്ടം. ഇപ്പോൾ ഈ രോഗം ബ്രസ്റ്റിൽ നിന്നും കക്ഷത്തിലേക്കും, അതായത് ആക്സിലറി ലിംഫ് നോഡ്സ് എന്ന് പറയും, ശ്വാസകോശത്തിലേക്കും ലങ്സിലോട്ടും ഹാർട്ടിൻ്റെ മസിലിലേക്കും ഒക്കെ ചെറുതായിട്ട് വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനൊരു മുഴ, ഞാൻ എപ്പോഴും ക്യാൻസർ ആണെന്നല്ല പറയുന്നത്, ഒരു മുഴ, ആ മുഴയാണ് ഇപ്പം ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പം 15ാമത്തെ വയസ്സിൽ ഞാനിത് നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ശരീരം കാണുമ്പോൾ നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഒരു കളർ വ്യത്യാസം പോലെ മുഴയുടെ പുറത്ത് വന്നിട്ടും ഞാൻ കാര്യമാക്കിയില്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം വീട്ടുകാരെന്തെങ്കിലും അറിഞ്ഞു കൊണ്ടുപോയിട്ടേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ അത് കൊണ്ടു നടന്ന് കുറെ നാൾ കഴിഞ്ഞപ്പം
ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വീട്ടുകാർ ഇത് അറിഞ്ഞു. ഇങ്ങനെ പറഞ്ഞു വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു മുഴയുള്ള കാര്യം പറഞ്ഞു. അന്നേരം തന്നെ അവര് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. അവിടെ അന്നത്തെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു അവിടുത്തെ ഡോക്ടർ. അപ്പം അദ്ദേഹത്തിനെ ചെന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കണ്ടു. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. കീമോതെറാപ്പിയും ചെയ്യണം. ഇതിനിടയിൽ ആങ്കർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ വിവരം പറഞ്ഞ് കിച്ചു വിളിച്ചിരുന്നു എന്ന്. എന്നാൽ കിച്ചു ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും തമ്മിൽ ഇപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ലെന്നുമാണ് രേണു പറയുന്നത്. മുൻപ് കിച്ചുവുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഇരുവരും തമ്മിലുള്ള അകൽച്ച എത്രത്തോളമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. തൻ്റെ കുഞ്ഞായ ഋതപ്പനെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ തനിക്ക് വിഷമം എന്നും രേണു പറയുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ അവസാന ഭാഗത്ത് ട്രീറ്റ്മെൻറ്റിനുള്ള പണം കണ്ടെത്തുന്നതിനെക്കുറിച്ച് രേണു പറയുന്നുണ്ട്. തനിക്ക് ക്യാൻസർ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന്, അതിലൂടെ ലഭിക്കുന്ന വരുമാനം ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണെന്നും ഒക്കെ രേണു സമ്മതിക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിന്റെ ഓപ്പറേഷൻ. അപ്പൊ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പൊ ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല, അത് എടുത്ത് കളയണമെന്നുള്ള കാര്യം. മുന്നേ നമ്മൾ അന്നേ ഈ ഡോക്ടർ 15 വർഷം മുന്നേ ഇത് എടുത്ത് കളയുമായിരുന്നില്ല. അതിന് ചികിത്സ തുടരുന്നെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇത് നമ്മളത് കളയുമോ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരത്തില്ല. പാതോളജി റിപ്പോർട്ടാണ് നമ്മുടെ, പാതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ ഇത് ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാനത് കാണിക്കാം. ഇത് മാമോഗ്രാമിന്റെ മാമോഗ്രാമും പിന്നെ കുറെ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ വീട്ടുകാർക്കും എൻ്റെ കസിൻസിനും മാത്രം അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതാണോ അല്ലയോ എന്ന് പോലും എന്നെ ആരും വിളിച്ചു ചോദിച്ചില്ല അവിടെ. അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷന്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. അറിഞ്ഞതിന് ശേഷം തന്നെയാണ്. അപ്പോഴൊന്നും ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നില്ലേ? പേടി നമുക്ക് എന്തായാലും ഇത് ആവശ്യം വരും, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യം വരുമല്ലോ. ഇപ്പൊ വീട്ടുകാരെന്ന് എത്ര നാൾ അവരെ മറച്ചു വെക്കും, എന്നാലും ആവശ്യം വരും. നമുക്കാരും അപ്പൊ ഒന്നും കൊണ്ടു തരാനില്ല, അതായത് ഒന്നും നമുക്കൊന്നും തരാനില്ല. പിന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനം, ഒരു ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഒരുപാട് നല്ല മാർഗങ്ങൾ ഉള്ളപ്പോൾ ആൽബങ്ങളിൽ അഭിനയിക്കാം, മറ്റു നല്ല കണ്ടന്റുകൾ ചെയ്യാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷനിലൂടെ ഉണ്ടാക്കുന്ന ആ ശൈലി അത് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ഈ രോഗാവസ്ഥയിൽ രേണു ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ്. മുമ്പ് തനിക്ക് സ്ഥലം തന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പുമായിട്ട് വലിയ തർക്കങ്ങളായിരുന്നു രേണു. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഷപ്പ് രേണുവിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് രേണു അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ അവർ ഈ ചിത്രം പങ്കുവെച്ചിട്ടുമുണ്ട്. ഈ രോഗകാലത്തെങ്കിലും സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് അവർ മാപ്പ് പറയാൻ കാണിച്ച മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിയില്ല. ക്യാൻസർ എന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെയാകെ തകർക്കുന്ന ഒരു രോഗമാണ്. ശക്തമായിട്ടുള്ള മനസാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കൂ. രേണുവിന് നല്ല മനക്കരുത്തുണ്ട്. എല്ലാ പ്രാർത്ഥനകളും നല്ല ചികിത്സയും വഴി അവർ എത്രയും പെട്ടെന്ന് രോഗവിമുക്തമായിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് നമ്മൾക്ക് ആശംസിക്കാം. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ തന്നെ ഈ രേണുവിൻ്റെ ക്യാൻസർ വാർത്തകൾ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് രേണു പറയുന്നതിന് മുമ്പ് പുറത്തായത് എന്ന് ഇൻ്റർവ്യൂവിൽ അവർ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുമുണ്ട്. മാമോഗ്രാമും ബയോപ്സിയും കഴിഞ്ഞ് രോഗം പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടി രേണു കരിമലയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെറ്റ് സ്കാനിങ് അതിനു വേണ്ടിയിട്ട് പോയിരുന്നു. അവിടെ വെച്ച് ഒരു നേഴ്സിനെ രേണു കാണുവാൻ ഇടയായി. ആ നേഴ്സ് വിവരം തന്നെ അനിയത്തിയെ അറിയിക്കുകയും ആ അനിയത്തി സോഷ്യൽ മീഡിയയിലെ ചില പ്രമുഖ വ്ളോഗർമാരുമായിട്ട് ഈ വാർത്ത പങ്കുവയ്ക്കുകയുമാണ് ഉണ്ടായത്. രേണു അഭിമുഖത്തിൽ ഇവരുടെ പേരുകൾ എടുത്തു പറയുന്നില്ലെങ്കിലും വ്ളോഗർമാരായിട്ടുള്ള ഷെഫീന ബീവി അടക്കമുള്ളവരെയാണ് ഈ വാർത്ത ആദ്യം
പുറത്തുവിട്ടതെന്ന് നമ്മൾക്കൊക്കെ അറിയാം. സ്വന്തം സ്വകാര്യതയ്ക്കായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കുടുംബത്തോട് പോലും പറയാൻ മടിച്ച ഒരു രോഗവിവരം ഒരു ഹോസ്പിറ്റൽ ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ ലീക്കാവുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ട് അന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പല കഥകൾ മെനഞ്ഞിട്ട് കിച്ചു എന്ന വ്യക്തി തന്നെ വിളിച്ചൊന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്ന കാര്യവും രേണു വല്ലാതെ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വ്ളോഗർമാരും പ്രേക്ഷകരും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്യാൻസർ എന്നത് വെറുമൊരു രോഗം മാത്രമല്ല, അത് അനുഭവിക്കുന്ന വ്യക്തിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ അടിത്തറകളെയും തകിടം മറിക്കുന്ന വല്ലാത്തൊരു അവസ്ഥയാണിത്. നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പലരെയും വിമർശിക്കാറുണ്ട്. രേണുസുധിയുടെ മുൻകാല പ്രവൃത്തികളെ പലരും കഠിനമായിട്ട് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. കാരണം തെറ്റുകൾ തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു വലിയ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരെ വീണ്ടും ക്രൂശിക്കുവാനും അവർക്ക് വന്നത് നന്നായി എന്ന് പറയുവാനും ചില സൈബർ അന്തർമുഖന്മാർക്ക് എങ്ങനെ സാധിക്കുന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. രേണുസുധി തന്നെ പറയുന്നുണ്ട്, ഈ അവസ്ഥയിലും താൻ ചത്തൊടുങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ശത്രുക്കൾ തനിക്ക് ചുറ്റുമുണ്ടെന്ന്. സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങളും കോൺട്രവേഴ്സികളും ഒക്കെ നമ്മുടെ താൽക്കാലിക വിനോദം മാത്രമായിരിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ ജീവനെ ബാധിക്കുന്ന രോഗാവസ്ഥയെ പോലും പരിഹസിക്കാൻ ഉപയോഗിക്കുന്നത് മനുഷ്യത്വമില്ലായ്മയാണ്. ഇവിടെ രേണുവിന് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് മുമ്പ് പറഞ്ഞതുപോലെ ഒരു അശ്രദ്ധ തന്നെയാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിസ്സാരമായിട്ട് കാണരുത്. കൃത്യമായിട്ടുള്ള സമയത്ത് പരിശോധനകൾ നടത്തുക എന്നത് നമ്മളുടെ ജീവനെ രക്ഷിക്കാൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചികിത്സാ സഹായം കണ്ടെത്താൻ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള വഴികളും മറ്റും തിരഞ്ഞെടുക്കുന്നതിനോട് കുറച്ച് വിയോജിപ്പുമുണ്ട്. എന്നാൽ ഒരു അമ്മ എന്ന നിലയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കുഞ്ഞായ ഋതപ്പൻ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ള രേണുവിൻ്റെ ആവലാതിയും ഭയവും കാണുമ്പോൾ അത് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. സ്വന്തം ചോരയിലുള്ള മകനെ ഓർത്ത് ഒരു അമ്മ അനുഭവിക്കുന്ന ആ മാനസിക വിഷമങ്ങൾ വാക്കുകൾക്ക് അപ്പുറമാണ്. നമുക്കിപ്പോൾ രേണുവിനെതിരെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു ശത്രുതയുമില്ല. അവർ ചെയ്ത തെറ്റുകൾക്ക് ബിഷപ്പിനോട് മാപ്പ് പറയാൻ ആ കാണിച്ച മനസ്സിനെ ഈ അവസരത്തിൽ നമ്മൾ ബഹുമാനിക്കുന്നു. തെറ്റുകൾ തിരുത്തുവാനും മികച്ചൊരു മനുഷ്യനായിട്ട് മാറുവാനും ജീവിതം എല്ലാവർക്കും നൽകുന്ന ഒരു അവസ്ഥയായിരിക്കാം, ഒരു അവസരമായിരിക്കാം ഇത്. മരണത്തെയും രോഗത്തെയും തോൽപ്പിക്കുവാൻ 50% മരുന്നുകൾ വേണമെങ്കിൽ ബാക്കി 50% ശക്തമായിട്ടുള്ള മനസാന്നിധ്യവും ചുറ്റുമുള്ളവരുടെ പോസിറ്റീവ് എനർജിയുമാണ് വേണ്ടത്. രേണുവിന് ആ മനക്കരുത്തുണ്ട് എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ എല്ലാവിധ സൈബർ ആക്രമണങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യജീവൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിലും രേണുസുധിക്ക് ഈ രോഗത്തോട് പൊരുതി ജയിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കീമോതെറാപ്പിയുടെയും സർജറിയുടെയും കഠിനമായിട്ടുള്ള വേദനകളെല്ലാം അതിജീവിച്ച് അവർ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവതിയായി തൻ്റെ മകൻ്റെ അടുക്കലേക്ക് തിരിച്ചെത്തട്ടെ. ഈ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചിട്ടും ബ്ലോഗർമാർ രേണുവിൻ്റെ രോഗവിവരം ലീക്ക് ചെയ്തതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ്? കിച്ചു ഈ അവസ്ഥയിലെങ്കിലും അവരെ ഒന്ന് വന്ന് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സാമൂഹിക പ്രസക്തിയുള്ള വിഷയമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.